ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്വീറ്റ് ആൻഡ് സ്പൈസ് കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ കണ്ടു. നല്ല അടിപൊളി മാമ്പഴപ്പുട്ടും നല്ല എരിവുള്ള എഗ് റോസ്റ്റും. അപ്പോൾ ഈ റെസിപ്പി കണ്ടപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യണം, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ്. കാരണം ഒന്ന് നല്ല മധുരം, ഒന്ന് നല്ല എരിവ്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ആ റെസിപ്പി ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ വേസ്റ്റായി പോകും ഉണ്ടാക്കിയിട്ടെന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ അങ്ങനെ ലാഗ് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ആ റെസിപ്പി നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം മാങ്ങയൊന്ന് ചെത്തി നമുക്കതൊന്ന് പൾപ്പാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 2 മാങ്ങ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ പുട്ടുപൊടി എടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് മാങ്ങയുടെ അളവും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മധുരമൊക്കെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്കത് മുഴുവനായിട്ടും 2 മാങ്ങ യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഞാൻ പൾപ്പ് ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ, ചെറു ചൂടുവെള്ളവും കൂടെ തളിച്ചിട്ടാണ് ഒന്ന് പുട്ടുപൊടി നനച്ചെടുത്തത്. അപ്പോൾ പുട്ടുപൊടിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഒരു പകുതി ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതിൻ്റെ പച്ചമണം മാറി വന്നപ്പം 2 സവാള, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വഴന്നു വന്ന സമയത്ത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 3/4 ടീസ്പൂൺ ചേർത്തത്. ഈ എഗ് റോസ്റ്റിന് കുറച്ച് കൂടുതൽ എരിവ് വേണം കേട്ടോ. അപ്പോഴാണ് ഇത് കോമ്പിനേഷൻ ആകത്തുള്ളൂ, നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഓൾറെഡി മാമ്പഴപ്പുട്ടിന് നല്ല മധുരമാണ്. അതുകൊണ്ട് നമ്മുടെ എഗ് റോസ്റ്റിന് കുറച്ച് കൂടുതൽ എരിവ് വേണം. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മുളക് പൊടിക്ക് അനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറി വന്നപ്പം ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടച്ചെടുക്കണം. നമ്മളപ്പം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മുടെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് മൂടി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞു കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റാണ് കേട്ടോ ഇത്. ഇതാ നന്നായിട്ട് തക്കാളി കുടഞ്ഞു വന്നു. അപ്പോൾ ഞാൻ മുട്ട ചേർത്ത് കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഗരം മസാല അതുപോലെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴപ്പുട്ടും കൂടെ വേഗം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമ്മളൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നനവ് കുറവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം ഒന്ന് തളിച്ചിട്ട് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് സാധാ തേങ്ങയും പുട്ടുപൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ട് റെഡിയായി കിട്ടും കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ എഗ് റോസ്റ്റിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിന് ഈ മാമ്പഴപ്പുട്ടിനൊരു കോമ്പിനേഷൻ ആയത്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓൾറെഡി മാമ്പഴപ്പുട്ടിന് നല്ല മധുരമുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങളും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.